ഇന്ന് വിവാഹം നടക്കാനിരിക്കെ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. കടപ്പളാമറ്റം വയലാ നെല്ലിക്കുന്ന് കൊച്ചുപറമ്പിൽ ജിൻസന്റെ മകൻ ജിജോയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10-ന് കോട്ടയം MC റോഡിൽ കാളികാവിലുണ്ടായ അപകടത്തിലാണ് മരണം. ജിജോയും സുഹൃത്ത് അജിത്തും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് എതിരെ വന്ന ടെമ്പോ ട്രാവലർ ഇടിച്ച അപകടം ഉണ്ടായത്. ഉടൻ തന്നെ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ മരണം സംഭവിച്ചിരുന്നു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്തിലേക്ക് പോകും മുൻപ് ഈ അപകടത്തിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും അവരുടെ ഈ ജിജോയുടെ ഒരു സുഹൃത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് എല്ലാ ദിവസവും എൻ്റെ വണ്ടിയും കൊണ്ടാണ് ഡെലിവറിക്ക് പോലെ പോകുന്നത്. ഇന്നലെ എന്നെ വിളിച്ചില്ല. ഇന്നലെ ലീവായിരുന്നു. ഇന്ന് കല്യാണത്തിൻ്റെ സാരിയും താലിയൊക്കെ മേടിക്കാൻ പോവുക. അവൻ എൻ്റെ വണ്ടി എടുക്കുന്നതാണ് പോവായിരുന്നു. അവനോട് പറഞ്ഞില്ല, അവനെ വിളിച്ചില്ല. ഇന്നലെ അറിയത്തില്ല എനിക്ക്. ഇത്ര നാളും പ്രണയിച്ച് നടന്നിട്ട് കല്യാണമൊക്കെ ആയതിന് പള്ളി വെച്ച് കെട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവനിപ്പോൾ അച്ഛൻ്റെ പുറകെ നടന്ന് അവൻ ഇന്ന് ഇതാക്കിയത് തന്നെ. വിശദാംശങ്ങളുമായി G. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. കാരണം ഇന്ന് വിവാഹം നടക്കാനിരിക്കെ യുവാവിന്റെ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇതെങ്ങനെയായിരുന്നു ഈ അപകടം? ഈ ജിജോയുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിയോടുകൂടി ഇവിടെ തന്നെ നടക്കും. വയലേക്ക് അടുത്തുള്ള സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതായത് ഇന്ന് കല്യാണം നടക്കേണ്ട അതേ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് സുഹൃത്ത് അജിത്തുമായി ബൈക്കിൽ ഇയാൾ യാത്ര ചെയ്യുകയും ഇതിനിടെ അപകടമുണ്ടാകുകയും ചെയ്തത്. എടുത്തു പറയേണ്ടത്, ഇന്ന് ഈ മതപരമായ വിവാഹ ചടങ്ങുകൾ മാത്രമാണ്, പള്ളിയിൽ വെച്ചുള്ള ചടങ്ങുകൾ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഇവർ കുറച്ചു കാലമായി ഒരുമിച്ച് കഴിയുകയാണ്. അതായത് ഈ സമീപത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്, ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവർ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഒരുമിച്ച് കഴിയുന്നു. തുടർന്ന് ഈ ജെയ്മോൻ എന്ന് പറയുന്ന ആളുടെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ ജിജോയുടെ ആത്മസുഹൃത്താണ് ജെയ്മോൻ. എല്ലാ കാര്യത്തിനും സ്ഥിരമായി ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇന്നലെ ജെയ്മോനെ അല്ല വിളിച്ചത്, അജിത്തുമായാണ് പോയത്. അതായത് ഈ പള്ളിയിൽ അച്ഛനുമായൊക്കെ സംസാരിച്ച് പള്ളിയിൽ വെച്ചൊരു കല്യാണം നടക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. നേരത്തെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ്. പള്ളിയിൽ വെച്ച് ഒരു കല്യാണം നടക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഭാര്യയ്ക്ക് മറ്റ് പുടവയും എല്ലാം താലിമാലയും എല്ലാം വാങ്ങിയ ശേഷം ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക്, ഒരു കുടുംബത്തിനാകെ നഷ്ടമാകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിയത്. 2 സഹോദരിമാരാണ് ജിയോയ്ക്ക് ഉള്ളത്. ഈ മറ്റേ പെൺകുട്ടിയും ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് കാലമായി അവർക്ക് കാണുന്ന പല സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്ന ഭാര്യയെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത്. എന്തായാലും ജിയോയുടെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ വലിയ വേദനയോടുകൂടി ആ വീട്ടിൽ നിൽക്കുന്നു. ഒരുപാട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ജിയോ നേരത്തെ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ഏജന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഈ ജെയ്മോന്റെ ബൈക്കൊക്കെ എടുത്താണ് ഡെലിവറിക്ക് പലപ്പോഴും പോകാറുള്ളത്. കേവലം 22 വയസ്സ് മാത്രമേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ ഇവർ ഏതാണ്ട് കഴിഞ്ഞ 4 വർഷമായി ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഇങ്ങനെയെല്ലാം നിൽക്കുന്നു. പിന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് ഇങ്ങനൊരു വിവാഹം, പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹമായിരുന്നു. ആ വലിയ സ്വപ്നത്തിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയത്. എന്തായാലും വൈകാതെ ഇന്ന് ആ കല്യാണം നടക്കേണ്ട ആ പള്ളിയിലേക്ക് ജിയോയുടെ മൃതദേഹം എത്തിക്കും. വൈകാതെ ഏതാണ്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കും. എനിക്ക് പിന്നിലാണ് ഈ വീടുള്ളത്. അവിടേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോം, തീർച്ചയായും ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറെ അതിനെ ആശ്വസിപ്പിക്കാൻ പോലും, പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ഒരുപക്ഷെ കുടുംബം ഏറെ ബുദ്ധിമുട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയും, അതായത് ഈ ജിജോയുടെ പ്രതിശ്രുത വധുവും ഈ സ്ഥലത്ത് ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ?
ടോം നേരത്തെ അതാണ്, അതായത് ഈ ജിയോയുടെ വീട്ടിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും താമസിച്ചിരുന്നത്. ഇന്നൊരു ഔദ്യോഗികമായ ആചാരപരമായ ചടങ്ങ് എന്നുള്ള നിലയിൽ ഇന്ന് വിവാഹം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിയും ഈ വീട്ടിൽ ഇവരുടെ എല്ലാം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലായിരുന്നു. ഇന്ന് രാവിലെ ആശുപത്രിയിൽ ഒക്കെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട ശേഷം ഈ ജിയോയുടെ മൃതദേഹം എത്തിക്കുന്നതിന് ഏതാണ്ട് അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഈ പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. അലമുറയിട്ട് കരയുന്ന ആ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ സാധിച്ചത്. കാരണം ഇവർക്കിടയിൽ ഏറെക്കാലമായുള്ള പ്രണയമാണ്, അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ നിയമപരമായ വിവാഹം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പള്ളിയിൽ വെച്ചുള്ളൊരു ആചാരപരമായ ചടങ്ങ് അവരെ സംബന്ധിച്ച് വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. ആ സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായി ജിയോയെ മരണം തട്ടിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏറെ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ കാളികാവ് എന്ന് പറയുന്നത്. ഈ കുറവിലങ്ങാടിനും ഏറ്റുമാനൂരിലും ഇടയ്ക്കുള്ള സ്ഥലമാണ് കാളികാവ്. നിരന്തരം പലപ്പോഴായി രാത്രി വൈകിയൊക്കെ ദീർഘദൂര വാഹനങ്ങളൊക്കെ അമിത വേഗതയിൽ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കോലഞ്ചേരിയിൽ നിന്ന് വന്ന ഒരു ട്രാവലറും ആയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആശുപത്രിയിലേക്ക് ജിയോയെ കൊണ്ടുപോകുന്ന വഴി തന്നെ ജിയോയുടെ മരണം സംഭവിച്ചു. അജിത്തിന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലൊക്കെ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയിലാണ് എം സി റോഡിലുണ്ടായ അപകടത്തില് യുവാവ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ ആരോഗ്യനിലയും ഗുരുതരമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് വിവാഹം നടക്കേണ്ട പള്ളിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആ യുവാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ചും ആ പെൺകുട്ടിയെ സംബന്ധിച്ചും ഏറെ വേദന നിറഞ്ഞ കാര്യമാണത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.